संदीप मैम की जगह पर संदीप मैम पौधा लगा रहा है। സന്ധ്യാനീഷിന്റെ ആ ഒരു പ്ലോട്ടിലെ സന്ധ്യാനീഷും ചെയർമാനും വൈഫും സ്നേഹപൂർവ്വമായ ഒരു ചന്ദന നടയാണ്. ഒരു സെക്കൻഡ് ഒന്ന് ഓക്കെ റെഡി ഓക്കെ ഇത് സന്ധ്യ മാഡമാണ്. സന്ധ്യ മാഡത്തിൻ്റെ പ്ലോട്ടിൽ സന്ധ്യ മാമും ചെയർമാൻ സാറും മാഡം കൂടി ഇപ്പം ചെടി വെച്ച് കഴിഞ്ഞു. തൊട്ടടുത്തിരിക്കുന്ന MD സാറാണ്. ये संध्या मैम का जगह पर पौधा लगा दिया संध्या मैम और चेयरमैन सर। MD सर बगल में खड़ा है, चेयरमैन सर का मैडम भी है। ഇവിടെ ആധാരം ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സന്ധ്യയുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ ഈ ഒരു പ്രൊജക്റ്റ് നമ്മുടെ മാനേജ്മെന്റിൽ നിന്ന് കേട്ടപ്പോൾ സന്ധ്യയുടെ അടുത്ത് വന്ന് പ്രൊജക്റ്റിനെ പറ്റി പറഞ്ഞപ്പോൾ സന്ധ്യ എന്ത് മനസ്സിലാക്കിയിട്ടാണ് എനിക്ക് കൈ തന്നത് ഈ ഒരു പ്രൊജക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്യാം എന്ന് പറഞ്ഞത്. പക്ഷേ സന്ധ്യ ഒരാഴ്ച വെയിറ്റ് ചെയ്തിട്ടാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ സന്ധ്യ എന്തെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഈ പ്രൊജക്റ്റിലേക്ക് സന്ധ്യ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായത്? ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് സന്ധ്യ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു അനീഷ് സാർ ആൻഡ് ജയ്സൺ. കാരണം ഈ ഒരു ജസ്റ്റ് പെയ്ഡിൽ എന്നെ എത്തിച്ചത് അനീഷ് സാറാണ്. അത് പറയുമ്പോൾ എൻ്റെ നെഞ്ചിലുണ്ടാവുന്ന നെഞ്ചെടുപ്പ് ചെറുതൊന്നുമല്ല. പിന്നെ എനിക്ക് കിട്ടിയ ഇത്രയും വലിയൊരു മാനേജ്മെൻറ്റ്, കാരണം നിഷാദ് സാറിന് എനിക്കറിയില്ല നമ്മളെല്ലാവരും എന്താണ് പൂർവ്വജന്മം സുഹൃതം ചെയ്തത്. കാരണം നമുക്ക് ഇത്രയും നല്ലൊരു മാനേജ്മെൻറ്റ് കിട്ടിയത് എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. കാരണം ഇത്ര നല്ലൊരു പ്രൊജക്റ്റ് കിട്ടിയപ്പോൾ ആദ്യം ആലോചിച്ചു, മൺസൂൺ പ്രസിൽ വെച്ച് ആ ടോക്കൺ കൊടുത്തപ്പോഴും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നോ, ഇത്രയും ഫുൾ എമൗണ്ട് കൊടുത്തുകൊണ്ട് ഈ ഒരു 5 സെൻറ്റ് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ നമ്മളോട് പറയുന്നുണ്ട് നമ്മളുടെ സെക്യൂരിറ്റി, കാരണം കുട്ടികളുണ്ട്, അല്ലെങ്കിൽ അവർ നമ്മളെ നോക്കും എന്നുള്ളതല്ല. ഇനിയുള്ള റിട്ടയർമെൻറ്റ് വയസ്സിൽ എനിക്ക് സ്വന്തമായിട്ട് മണി ഫ്രീഡം കിട്ടാനും ടൈം ഫ്രീഡം കിട്ടാനും വേണ്ടിയിട്ട് തന്നെയാണ്, അല്ലാതെ എൻ്റെ മക്കൾക്കോ, ഞാൻ എടുത്തു പറയാം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടല്ല, എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഇനിയുള്ള കാലം വളരെ സന്തോഷത്തോടുകൂടി ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ സാധിച്ചു. കാരണം ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞിട്ടില്ല. പേഴ്സണലി നമ്മളോട് ഈഗോ ഉള്ള ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഇത് ഇനി കാണിച്ചിട്ട് വേണം എനിക്ക് അവരെ ഇതിലോട്ട് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്, ഗ്രേറ്റ് മാനേജ്മെന്റ്. അതോടൊപ്പം ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, ഒരു 10 മുതൽ 12 വർഷം കൊണ്ട് ഒരു 3 കോടി മുതൽ 5 കോടി വരെ സമ്പാദിക്കാമെന്ന് പറയാറുണ്ട്. സന്ധ്യ അതിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ച് പറഞ്ഞു, അതായത് ഇത് എങ്ങനെ നമുക്ക് 5 കോടിയിലേക്ക് എത്തിക്കാം, ഇന്നത്തെ ആ ഒരു റേറ്റും ഇതെല്ലാം വെച്ചുകൊണ്ട് സന്ധ്യ അത് എങ്ങനെ മനസ്സിലാക്കിയെടുത്തു? കാരണം ഇനിയുള്ള കാലത്ത് നമ്മൾ നോർമലി ഇപ്പോൾ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഓരോ ദിവസം എക്സ്പെൻസ് കൂടുന്നത് അറിയാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് വന്നപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ സാധ്യത എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, വെറുതെ പറയല്ല, അനീഷ് സാർ ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് ഞങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. എല്ലാ ടീം മെമ്പേഴ്സും പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓരോ കാര്യങ്ങളും ചോദിച്ചിട്ടാണ് അനീഷ് സാറിൻ്റെ അടുത്ത് ഈ ഫുള്ള് ഡൗട്ട് ക്ലിയർ ചെയ്തത്. അപ്പോൾ അതിൽ നിന്നും മനസ്സിലായി. കാരണം നമുക്കിപ്പോൾ വരുന്ന അപ്ഡേറ്റ്സ്, ഇപ്പോൾ കേരള ബജറ്റ് വന്ന നമുക്കറിയാം ഈ ഒരു സാധ്യത എന്താണെന്നുള്ളത്. അപ്പോൾ ഇനിയുള്ള ലോകത്തേക്ക് നമുക്ക് ഈ ഒരു ജസ്റ്റ് പീരീഡിൽ നിന്നും ഇത്രയും ചന്ദനമരങ്ങളും ഇതും എല്ലാം കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്നും എനിക്കും എൻ്റെ കുടുംബത്തിനും നല്ല രീതിയിൽ ജീവിക്കാനുള്ള നല്ലൊരു വരുമാനം കിട്ടുമെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്ലോട്ട്. പ്ലോട്ട് നമ്പർ 12